മറ്റുള്ളവരുടെ സങ്കടങ്ങളും നെഗറ്റീവുകളും നിരന്തരമായി കേൾക്കുന്ന ആളുകളുടെ ഉപബോധ മനസ്സ് വലിയ അപകടത്തിലാണ്. നിരന്തരമായി സങ്കടങ്ങൾ കേൾക്കുന്ന പല ആളുകളും ഉണ്ടാകാറുണ്ട്. പലരുടെയും സങ്കടങ്ങൾ കേൾക്കാനായിട്ട് ഇവർ നിന്ന് കൊടുക്കും, ഇവരുടെ അടുത്തേക്ക് വരും. കേൾക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് ചെന്നെത്തുന്നത് ഉപബോധ മനസ്സിലേക്കാണ്. ഇവരിതിനെ കണക്ട് ചെയ്യും. എന്നിട്ടോ തങ്ങളുടെ പ്രശ്നമാക്കിയിട്ട് ഇതിനെ കണ്ടു തുടങ്ങും. അവിടെയാണ് അപകടം ഉണ്ടാകുന്നത്. ഉപബോധ മനസ്സിന് ബോധമില്ല. അവിടേക്ക് എത്തുന്ന ഏത് കാര്യത്തെയും ഉപബോധ മനസ്സ് ചെയ്യാറുള്ളത് ആദ്യം അക്സെപ്റ്റ് ചെയ്യും, പിന്നീട് ബിലീവ് ചെയ്യും, പിന്നീട് അതിൽ നിന്നും ബിഹേവ് ചെയ്തു തുടങ്ങും. ഇങ്ങനെ ഇത് ചെയ്തു തുടങ്ങുമ്പോൾ പിന്നീട് ഇവരുടെ പ്രവർത്തനങ്ങളിലും പെരുമാറ്റങ്ങളിലൊക്കെ ഇത് കണക്ട് ചെയ്യപ്പെടും. ഇത് ആരുടെ പ്രശ്നമാണെന്ന് ഉപബോധ മനസ്സിന് കൺഫ്യൂഷനായിട്ട് സ്വന്തം പ്രശ്നമായിട്ട് ഉപബോധ മനസ്സ് ഏറ്റെടുക്കും. ബോധ മനസ്സിന്റെ ആവർത്തനമാണ് ഉപബോധ മനസ്സ്. മറ്റുള്ളവർ അവരുടെ സങ്കടങ്ങളൊക്കെ പറയുന്നത് അവർക്കൊന്ന് പെയ്തൊഴിയാനാണ്. പക്ഷേ പെയ്തൊഴിഞ്ഞ് നിങ്ങളിലേക്ക് അത് പെയ്തിറങ്ങുമ്പോൾ പിന്നീട് അത് നിങ്ങളിൽ നിന്നും പെയ്തൊഴിയാൻ നിങ്ങൾ പ്രയാസപ്പെടും. നിങ്ങൾക്ക് അങ്ങനെ കേൾക്കാനും അതിനെ ഇങ്ങനെ കളയാനും കപ്പാസിറ്റി ഒക്കെ ഉള്ള ആൾക്കാരെ ഇതിനെ കേൾക്കാവൂ. അല്ലാത്തവരെ കേട്ടാൽ നിങ്ങളുടെ സങ്കടമായിട്ട് അതിനെ ഏറ്റെടുത്ത് അത് നിങ്ങൾക്ക് ബാധിക്കപ്പെടാൻ സാധ്യത ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ പറയുന്നവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങളെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രശ്നം നിങ്ങളിൽ നിന്ന് പോകാത്ത തരത്തിലേക്ക് മാറാറുണ്ട്. പ്രശ്നങ്ങൾ പറയണമെങ്കിൽ നല്ല പ്രൊഫഷണലുകളുടെ അടുത്ത് പോയിട്ട് അവരോട് പറയുക. അതിന് സൊല്യൂഷൻ കിട്ടണം. സൊല്യൂഷനാണ് ബ്രെയിനിന് വേണ്ടത്. അങ്ങനെയുള്ളവരോട് പറയാനായിട്ട് ശ്രമം നടത്തുക.